എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് അല്ലേ, 3-4 ദിവസത്തിൽ കൂടുതലായി അല്ലേ, 4 ദിവസമായി അല്ലേ, അതിൽ കൂടുതൽ ദിവസമായി നമ്മൾ ലൈവ് ക്ലാസ് വന്നിട്ട് കുറച്ച് ദിവസമായല്ലേ. ഞാൻ തന്നെ മറന്നു എത്ര ദിവസമാണെന്നുള്ളത്. യാത്രയിലായിരുന്നു. അതിൻ്റെ മറ്റ് ചില സാങ്കേതികമായിട്ടുള്ള തിരക്കുകൾ, ഓഫീസിലെ തിരക്കുകളൊക്കെ ഇടയിലാണ് വൈകിട്ട് ക്ലാസ് എടുത്ത് നമുക്ക് വൈകിട്ട് നമ്മുടെ നവമി ദുർഗാ പൂജ മാത്രമേ ഇപ്പൊ നടക്കുന്നുള്ളൂ ഈ സമയത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിരിക്കുന്നു കരുതുന്നു. രാവിലെ ലൈവ് ക്ലാസ്സിന് വിളിച്ചപ്പോൾ നല്ല കുട്ടികൾ പലരും വന്നില്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്തില്ല രാവിലെ. അപ്പൊ എനിക്ക് വേറെ തിരക്കുണ്ടായിരുന്നു, നിങ്ങൾ വരാത്തത് നല്ലതായി എന്ന് ഞാനും കരുതി. കാരണം എനിക്ക് ആ സമയത്ത് വേറെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച നിങ്ങളുടെയൊക്കെ തിരക്കുകളൊക്കെ കഴിഞ്ഞു സ്വസ്ഥമായി വീട്ടിലിരിക്കുകയാണെന്ന് കരുതുന്നില്ല. കാരണം ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പല പല തിരക്കിൽപ്പെട്ട് ഇന്നിപ്പോ നവരാത്രിയായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, അതിൻ്റെ ആരാധനയ്ക്കും മറ്റും പോയിട്ടുണ്ടാവും പലരും. ഇന്ന് പല രഥയാത്രകളുണ്ട്. അതുപോലെ ഇന്നലെ അമ്മയുടെ ജന്മദിനമായിരുന്നു, അങ്ങനെ പോയവരുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ തിരക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, എങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോവുക. ശബ്ദമൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. കാരണം നമുക്ക് ഓഡിയോ സിസ്റ്റം ഇവിടെ ഇല്ല, ലാപ്ടോപ്പിൽ നിന്നാണ് ഡയറക്റ്റ് സംസാരിക്കുന്നത്. ശരി, അപ്പൊ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം 1-2 കാര്യങ്ങൾ പറയാനുള്ള തയ്യാറെടുപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നൊരു ടെക്നിക്ക് പഠിപ്പിക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും പുതിയൊരു ടെക്നിക്കാണ്. ഇതുവരെ പൊതുവെ ആരും പഠിപ്പിച്ചിട്ടില്ലാത്തൊരു ടെക്നിക്കാണ്. അത് നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ 1-2 ആദ്യം തന്നെ പറയാനുള്ള കാര്യം, സ്റ്റോണുകളും ബ്രേസ്ലെറ്റുകളും ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും കൃത്യമായി പാക്ക് ചെയ്ത് ഇന്നലെയും ഇന്നും ഞാൻ അത് ആ പണി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്നലെയും ഭക്ഷണം കഴിച്ചത് രാവിലെ ഒരു ഭക്ഷണം, പിന്നെ രാത്രിയൊന്നും കഴിച്ചു, രാത്രിയും കഴിച്ചില്ല അല്ലേ. രാത്രിയും കഴിച്ചു. രാവിലത്തെ ഒരു ഭക്ഷണത്തിലാണ് ഉണ്ടായത്. രാത്രി പിന്നെ ഒരു ചായ മറ്റേ കുടിച്ചത്. അത്രയും ഫുൾ അത്രയും സമയം എടുത്തിട്ടാണ് ചെയ്തത്. ഇന്നലെ പ്രസിദ്ധിയും ഫുൾ അതിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇന്നലെ അത് കഴിഞ്ഞു. ഇന്നലെ രാത്രി എല്ലാം കുറേ ആൾക്കാരുടെ 55-60 പേരുടെ ഇന്നലെ ഞാൻ നേരിട്ട് പോയി തന്നെ പാക്ക് ചെയ്ത് പാർസൽ ചെയ്തു. ഇനി ബാക്കി ഇന്നിപ്പോൾ അതിനുശേഷം വന്ന എല്ലാം ഇന്ന് ഈ സമയം വരെ അതിന്റെ പണി തന്നെയായിരുന്നു. വേറെ ഒന്നുമില്ല. രാവിലെ കുറച്ച് പണികളുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് തന്നെ ചെയ്ത് ഇന്ന് അതും കൂടി പാക്ക് ചെയ്ത് 56 പേരുടെ ബ്രേസ്ലെറ്റും അതും പാക്ക് ചെയ്ത് എല്ലാവരും അവർ വിളിച്ച് സംസാരിക്കേണ്ട ആളോട് അല്ലേ, വിളിച്ച് സംസാരിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് അയച്ചു. നേരത്തെ ആരാണ് നമ്മളെ നേരത്തെ വിളിച്ചപ്പോൾ അത് ഞാൻ സ്റ്റോൺ ബ്രേസ്ലെറ്റും അപ്പൊ നാളത്തെ കൂടി ബാക്കി എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഒരു കാര്യം കഴിഞ്ഞു. നമ്മുടെ ഇപ്രാവശ്യം കൊണ്ടുവന്ന സ്റ്റോക്ക് മുഴുവനായിട്ട് സ്റ്റോപ്പായി. ഇനി ആർക്കും ഇല്ല, ഇനി ആരും ഓർഡർ ചെയ്യും വേണ്ട, ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും പ്രോഗ്രാമിൽ വെച്ച് കാണാം. എല്ലാ സാധനവും കംപ്ലീറ്റ് ആയിട്ട് ബോക്സ് ഫിനിഷായി, എല്ലാം ക്ലിയർ ആയിട്ട്. ഓക്കെ, ഇനി എല്ലാവർക്കും കിട്ടേണ്ടവർ കിട്ടിക്കോ, സന്തോഷത്തോടെ. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് റിസൾട്ടുകൾ, ഇപ്പൊ നമ്മള് നവരാത്രി മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് നടക്കുന്നത്. എനിക്ക് ഭയങ്കര നമുക്ക് വല്ലാത്ത നല്ലൊരു ആംബിയൻസ്, നല്ല ആൾക്കാര്, നല്ല ഒരു ആത്മീയമായിട്ടുള്ള യാത്ര. അത് ചക്രയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് വളരെയധികം റിസൾട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ആകർഷിച്ചു. നന്നായിട്ട് നമുക്ക് ഗുണകരമായി മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് നമുക്ക് ഇനി നിങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് നിർത്തിയത്. നമ്മുടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. നമ്മുടെ മുദ്ര യോഗ നിങ്ങളെല്ലാവരും പഠിക്കണം. മുദ്ര ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് പണ്ടപ്പോഴോ വാങ്ങിച്ചു വെച്ചൊരു മുദ്ര യോഗയുടെ പുസ്തകം കൂടി ഇന്ന് കിട്ടി. മുദ്ര യോഗ പഠിപ്പിക്കുന്നത് നമ്മൾ നല്ലൊരു വളരെ പ്രഗത്ഭനായ, നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു യോഗ ഗുരുവാണ് നമുക്കുള്ളത്. നമ്മൾ യോഗ എല്ലാ ദിവസവും പഠിപ്പിക്കുക. അതുപോലത്തെ മുദ്ര യോഗയിൽ വളരെയധികം നല്ല ഡീപ്പായിട്ട് നോളജ് ഉള്ള ആളാണ്. അപ്പോൾ അത് മുദ്ര യോഗ നമ്മൾ താമസിക്കാതെ ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ചിട്ടാണ് തരുന്നത്. 3 സെഷൻസ് കൂടുമ്പോഴാണ് ഒരു കംപ്ലീഷൻ ആവുന്നത്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അത് നാളെ മറ്റന്നേ പുള്ളി അതിൻ്റെ ക്ലാസ് എടുക്കും. അത് 3 ദിവസങ്ങൾ, 3 ഞായറാഴ്ചകൾ വെച്ചിട്ടാണ് ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അത്രയും അത് പഠിക്കാൻ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും മുദ്രയൊക്കെ പഠിക്കാനും പറ്റില്ല. അപ്പൊ അതിന്റെ ക്ലാസ് ഈ ഒക്ടോബറിൽ പെട്ടെന്ന് ഉണ്ടാകും. നിങ്ങൾക്ക് ഒക്ടോബർ മാസം ജോയിൻ ചെയ്യുക. മുദ്ര പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ
പിന്നെ ഇമോഷണലി ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റും. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇപ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ അനുഭവത്തിൽ എന്ന് പറയാനുള്ളത്, എനിക്കൊരു ജലദോഷം ഉണ്ടാവാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മും എനിക്ക്. തുമ്മുന്നതെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമ്മുടെ തലേദിവസത്തെ വർക്കും അല്ലെ അങ്ങനത്തെ വർക്ക് പ്രഷറൊക്കെ വന്നാലാണ് തുമ്മാറുള്ളത്. അങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ കുറെ മെഡിറ്റേഷനൊക്കെ ഞാൻ സ്വന്തമായി നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയപരിമിതി വളരെ കുറയുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വീണ്ടും എനിക്ക് ജലദോഷം, ജലദോഷം അങ്ങനെ പോകാറില്ല, തുമ്മല് വന്ന് പണ്ടൊക്കെയാണ് ജലദോഷമായിട്ട് വരും, പക്ഷെ ഇപ്പോൾ തുമ്മല് മാത്രമായിട്ട് വരുന്നത്. അപ്പൊ ആ തുമ്മല് നിർത്താനുള്ള ഒരു ടെക്നിക്കായിരുന്നു ഗുരു ആയാലും ആചാര്യൻ എനിക്ക് പറഞ്ഞു തന്നത്. ആ ഒരൊറ്റ ടെക്നിക്ക് ഞാൻ 7 മിനിറ്റ് നേരം മുദ്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നല്ല, അത് വരുന്ന സമയത്ത് നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന പോലെയാണ്. വരുന്ന സമയത്ത് ടാബ്ലറ്റ്സ് കഴിക്കുന്ന പോലെ ഈ മുദ്ര അങ്ങ് പിടിച്ചാൽ മതി. ശരിക്കും ടാബ്ലറ്റ്സ് കഴിച്ച അതേ പ്രതീതിയാണ്. കംപ്ലീറ്റ് ആയിട്ട് ആ സാധനം അവിടെ നിന്ന് വരാൻ തുടങ്ങുന്ന സാധനം ഇല്ലാതായി പോകും. ഇത് വളരെ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി പോയി. മുദ്ര അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിന് ഇപ്പോൾ ഉള്ള എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിന് പറയാണ്. അതുകൊണ്ട് പഠിക്കണം നിങ്ങൾ. ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. എന്ന് വെച്ചാൽ ടാബ്ലറ്റ്സിന് ബദൽ എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് അങ്ങനെ ഒരിക്കലും പറയാൻ ഞാൻ ആളല്ല. അതിനേക്ക് നല്ലൊരു ബെനിഫിറ്റായി മാറും. നമുക്ക് മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തത് നമുക്ക് പറയാനുള്ളത്, സാം കഴിഞ്ഞ പ്രാവശ്യം ദ സീക്രട്ട് ഓഫ് മണി നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് കോഴ്സ് ഞാൻ നൽകുകയുണ്ടായി. അത് എല്ലാവരും നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അത് 10 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. അപ്പൊ അവരെ അടുത്ത തലത്തിലേക്ക് പോകണമെന്ന് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതായിട്ട് പലരും വിളിച്ചു പറഞ്ഞു. ഇതിന്റെ നെക്സ്റ്റും കൂടി 10 ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് അതിന്റെ എനർജി അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെയാണ് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു വാട്സപ്പ് ക്ലാസ്സും കൂടി, സമ്പത്തിന്റെ ബന്ധപ്പെട്ട് വാട്സപ്പ് ക്ലാസ്സും കൂടി ഒക്ടോബർ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്സപ്പ് എടുക്കാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ആപ്പിനേക്കാളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു 10 മിനിറ്റിന്റെ ഒക്കെ ഒരു ശബ്ദം നൽകിക്കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം അതിൽ 150ഓളം 2 ഗ്രൂപ്പിലായിട്ട് 150-170 ആൾക്കാരുണ്ടായിരുന്നവര് അതിലെല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവരും വീഡിയോ കേട്ടു, എല്ലാവരും പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് ക്ലാസ് കുറച്ചും കൂടി നന്നായി തരാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച നമുക്ക് വീണ്ടും ആവശ്യമുള്ളവർ ജോയിൻ ചെയ്തോ, ഈ ആഴ്ച നമുക്ക് വീണ്ടും അതിന്റെ തുടർ ക്ലാസ് ഉണ്ടാവും. ഇതാണ് ഇത്രയുമായിരുന്നു പറയാനുള്ളത്. പിന്നെ നമ്മുടെ യോഗയും മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും, പ്രാർത്ഥന ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നാമജപവും അങ്ങനെയൊക്കെ നമ്മൾ ആത്മീയ ഗ്രൂപ്പിലൊക്കെ വരുമായിരിക്കും, അതൊക്കെ അവിടെ പറയാം, ആ സമയത്ത് പറയാം. ഇതൊക്കെ നമ്മുടെ വൈബ്രേഷനുകളെ, നമ്മുടെ ഊർജ തലത്തെ കൂട്ടുന്ന സാധനങ്ങളാണ്. ഭക്ഷണം, ഒരു നല്ല സാത്വികമായ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ, സൈലന്റ് മെഡിറ്റേഷൻ പോലുള്ള മെഡിറ്റേഷനുകൾ, യോഗ, അതുപോലെ നല്ല ചിന്തകൾ വരണമെങ്കിൽ നല്ലത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക. ഇന്നലെ ഞാൻ പറയുണ്ടായ ക്ലാസ്സിൽ നല്ലത് മാത്രം കേൾക്കാനും നല്ലത് മാത്രം പറയാനും ബോധപൂർവമായ ശ്രമം ഉണ്ടാക്കുക. കണ്ട വീഡിയോവും കണ്ട ചാനലും ഒക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്തേ മാറുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം അത്ര തന്നെയാണ്. നിങ്ങൾ എന്താണോ കേൾക്കുന്നതും കാണുന്നതും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇത് ഒരു കാരണവശാലും മറന്നു പോകരുത്. നിങ്ങൾ എന്ത് കേൾക്കുന്നുവോ എന്ത് കാണുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടത്. ചെറുപ്പത്തിലെ നിങ്ങൾ മലയാളം ഭാഷ പറഞ്ഞ് കേൾക്കുന്ന സ്ഥലത്ത് ജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾ മലയാളം പറയാൻ പഠിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഭാഷ പഠിക്കണം. കാരണം അത് നമ്മുടെ ബ്രെയിൻ അപ്പോഴും ആ പുറത്തുള്ള പഞ്ചേന്ദ്രിയങ്ങളാൽ സ്വീകാര്യമാകുന്ന കേൾക്കുന്ന കാര്യത്തിന് അനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പ്രോഗ്രാം ചെയ്യപ്പെടുക. അങ്ങനെയാണ് സിസ്റ്റം. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോസിറ്റീവ് ആവണം എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി എങ്ങനെയാണ്? ദാറ്റ്സ് നെവർ പോസിബിൾ. അപ്പൊ നെഗറ്റീവ് ശബ്ദങ്ങളോട് കാര്യങ്ങളോട് വാതിൽ കൊട്ടി അടക്കുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് യാതൊരു തർക്കവുമില്ല. അത് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് പോസിറ്റീവായി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് കാണണം എന്ന് നമുക്ക് നിശ്ചയമില്ലാത്തിടത്തോളം കാലം നമ്മൾ കണ്ടതെല്ലാം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. യാതൊരു തർക്കവുമില്ല. നമ്മൾക്ക് എന്ത് വേണമെന്ന ഫിൽട്രേഷൻ നമ്മൾ വെച്ചാൽ, ഈ കണ്ണട ഞാൻ വെച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുന്നത് എന്ത് രൂപത്തിലാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യക്തമായി രാജലക്ഷ്മി അമ്മയും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ എങ്ങനെയാണെന്ന് വ്യക്തമാണെങ്കിൽ ഞാൻ
എനിക്ക് ക്ലിയർ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കണ്ണട വെക്കുക തന്നെ വേണം. അതിന് വേറെ ഒരു തത്വവും വേറെയില്ല. അത്രയും സ്പഷ്ടമായി മനസ്സിലാക്കണം. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് വളരെ കൃത്യമായി ഒന്നുകൂടി പറയണം. ഇപ്പൊ ഇന്ന് നേരത്തെ ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഒരാൾ എഴുതിയ കമന്റിന് റിപ്ലൈ പറയല്ല, ഞാൻ ആ ചിന്താഗതിക്ക് റിപ്ലൈ പറയുകയാണ്. കമന്റിന് റിപ്ലൈ പറയുന്ന ഞാനല്ല. പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ടെക്നിക്കുകളൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം കിട്ടുമോ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും? ഇപ്പൊ എന്റെ 172 ആളിൽ നിങ്ങൾ ഉത്തരം പറയും. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ടെക്നിക്കുകൾ മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് പണം വരുമോ, അല്ല മറ്റെന്തെങ്കിലും ചെയ്യണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഇതറിയാത്തവനാണെങ്കിൽ ഇതൊന്നും കാണാൻ നിൽക്കരുത്. നമ്മൾ പറയുന്ന കാര്യത്തെ മാത്രം മനസ്സിലാക്കുന്നല്ല, അതിന്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ, ശുദ്ധ അസംബന്ധം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മിത്തോളജി എന്താ പറയാ, അങ്ങനെയുള്ള അന്ധവിശ്വാസമൊന്നും ഞാൻ പഠിപ്പിക്കണില്ല. അത് എല്ലാവരും ഉത്തരം പറഞ്ഞത് സെയിം തന്നെ. നിങ്ങൾ കർമ്മം ചെയ്യാതെ ഒരിക്കലും ഫലം ഇച്ഛിക്കരുത്, അത് ലഭിക്കേയില്ല. പണിയെടുത്തിട്ട് മാത്രമേ, ജോലി ചെയ്താൽ മാത്രമേ കാശ് വരികയുള്ളൂ. പക്ഷേ നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് കൃത്യമായി അത്രയും ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരുന്നില്ല, നമ്മുടെ ഊർജത്തെ മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല, എനർജി എടുക്കാൻ പറ്റില്ല. യെസ്, ഇൻസ്പയർഡ് ആക്ഷൻ, സുനീഷ് പറഞ്ഞ പോലെ ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാത്തടത്തോളം കാലം ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് കണ്ണടച്ചിരിക്കൂ പൈസ വരുന്ന ആരൊക്കെ പറഞ്ഞു, അതൊന്നും ശുദ്ധാസംബന്ധം അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്നത് എന്താ, ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തവൻ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂ. അതേപോലെ ഏത് ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഏത് ടെക്നിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തത്തുല്യമായ പ്രവൃത്തി ചെയ്യുക തന്നെ വേണം, അല്ലാതെ കിട്ടില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അത് കൃത്യമായി മറുപടി പറഞ്ഞേ പോയിട്ടു. പക്ഷെ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ പലർക്കും ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ വേതനം ലഭിക്കാത്തതോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കാശ് കൃത്യമായി കയ്യിൽ വരാത്തതോ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തതോ ഒക്കെയുള്ള വിഷയങ്ങൾക്കാണ് നമ്മൾ പരിഹാരം കാണുന്നത്. ഇപ്പൊ ഒരാൾക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം, അതിന് ആക്ഷൻ എടുക്കാൻ അയാൾ കൂടെ എന്നും പോയിട്ട് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് അയാൾക്കും ആ കാശ് വരാനുള്ള മാനസികാവസ്ഥ നമ്മളും കൂടി സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അയാൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള ആകർഷണമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ആകർഷണത്തെയാണ് പഠിപ്പിക്കുന്നത്, നമ്മളല്ലാതെ മറ്റൊന്നിനെ പറ്റിയല്ല പഠിക്കും. ഇന്നും അതുപോലൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് അതുപോലൊരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുക. ഇതുവരെ എനിക്ക് എവിടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വളരെ നല്ലോണം പ്രാക്ടീസ് ചെയ്തെടുത്ത് ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളതും എൻ്റെ ഈ മാസം ഇത്രയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, ഇത്രയും ജോലിക്കിടയിലും നല്ല ഓഫീസ് വർക്ക്, നല്ല വർക്കിനകത്താണ് നിൽക്കുന്നത്. ആ സമയത്ത് പോലും ഞാൻ എഴുതി വെച്ച ടാർഗറ്റ് ഇന്നിപ്പം 28-ാം തീയതി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റക്കാണ്, 2 സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്. എന്നിട്ട് പോലും ഇന്ന് കഴിഞ്ഞ 5 മാസം ചെയ്യാത്ത ടാർഗറ്റ് ഞാൻ ഈ മാസം വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു. പറഞ്ഞു, ഞാൻ എൻ്റെ ബാക്കി പിള്ളേരോട് പറഞ്ഞു, മക്കളെ ആരില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാണിച്ചു തരാമെന്ന്. 5 മാസമായിട്ട് സെറ്റ് ചെയ്യാത്തൊരു ടാർഗറ്റ് ഞാൻ ഈ മാസം സെറ്റ് ചെയ്തു. ഇന്ന് 28-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഈ ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരാം. അത് മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക. എളുപ്പമാണ് പറയുമ്പോൾ, ചെയ്യുമ്പോഴും എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ മാനസികാവസ്ഥ എത്തിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ്, എനിക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണ്. അതിലേക്കുള്ള മാനസികാവസ്ഥ നിങ്ങൾ തന്നെ കൊണ്ടുവരും. വെറും 3 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന്റെ അവിടെ ചേർത്ത് പറഞ്ഞു പോകാം. 2026 ജനുവരി 26-ാം തീയതി നടക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ 3 ദിവസം ചെയ്തു കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് പറയാണ് നടന്നില്ലല്ലോ എന്ന് പറയുന്നതിന് എനിക്കൊന്നും മറുപടിയില്ല. ബാക്കി നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാൻ മറുപടി കേട്ടോ. ഞാൻ മറുപടി അപ്പൊ ക്ലാസ് കേൾക്കാൻ റെഡിയാണല്ലോ. പിന്നെ അതിനുള്ള മറുപടി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലാസ് കേൾക്കാൻ റെഡിയാണല്ലോ. റെഡിയാണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ്, കമാ. ഇന്ന് കുറച്ച് സമയം എടുത്തല്ലോ, നിങ്ങൾക്ക് ക്യാപ്സൂൾ തരാൻ സമയം എടുത്തു അല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ക്യാപ്സൂൾ തരണ്ട. യെസ്, ആ ബിന്ദു ലാലു ടൈപ്പ് ചെയ്യും, നോക്കട്ടെ. അവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇഷ്ടം പോലെ ടൈപ്പ് ചെയ്ത് ശീലിച്ചാലേ ഒന്ന് ഇവിടെയും ടൈപ്പ് ചെയ്തു. പോരട്ടെ. ഹാപ്പി ആൻഡ് റെഡി. യെസ്, ഐ ആം ഹാപ്പി ആൻഡ് റെഡി. ഐ ആം ഹാപ്പി ആൻഡ് റെഡി. മറന്നുപോയി അല്ലേ? ഒരാഴ്ച ക്ലാസ് തരാതിരിക്കുമ്പോൾ മറന്നുപോയി. ഇതാണ് നിങ്ങൾ പഠിച്ചത്. അതുപോലെ ദുബായിക്കാരോട്, ദുബായിലുള്ളവരോടും മിഡിൽ ഈസ്റ്റിലുള്ളവരോടുള്ള നിങ്ങൾ ഇപ്രാവശ്യത്തെ ക്ലാസ് ഒക്ടോബർ 5-ാം തീയതി ക്ലാസ് ഒരു കാരണവശാലും മിസ്സാക്കരുത്.
വെറും 250 ദിറംസ് മാത്രമേ വാങ്ങിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പൈസ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഇപ്രാവശ്യത്തെ ക്ലാസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി പോകുമെന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്തരം രീതിയിലാണ് ക്ലാസ് മാത്രമല്ല സ്റ്റോണുകളായാലും ബ്രേസ്ലെറ്റുകളായാലും നിങ്ങളുടെ കയ്യിലെത്താൻ പോകുന്ന സൗഭാഗ്യം. അതുകൊണ്ട് നിങ്ങളുടെ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു വിട്ടോളൂ ദുബൈയിലേക്ക്. അടുത്ത പ്രാവശ്യം മുതൽ ദുബൈയിലെ എല്ലാ ക്ലാസ്സുകളും 500 ദിറംസിൽ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കൂല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയി, ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോകും. ദുബായിൽ പോയിട്ട് പ്രോഗ്രാം നടത്തി കയ്യിൽ നിന്ന് കാശ് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എത്ര ആൾ വരുന്നു, ചിലപ്പോൾ 500 1000 ആയിരിക്കും, 1000 ദിറംസൊക്കെ ആയിരിക്കും, അതിൽ കുറഞ്ഞിട്ടുണ്ടാവില്ല, ചെയ്യൂല. കാരണം ഇപ്രാവശ്യം ഞാൻ സാധാരണ എല്ലാവരും വരണം കരുതിയിട്ടാണ് അങ്ങനെ ക്ലാസ് വെച്ച് ഓണാഘോഷം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഭാഗമായി നിൽക്കുന്ന UAE-യിലും മിഡിൽ ഈസ്റ്റിലും എവിടെയെങ്കിലും ഉള്ള ആ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും വരിക. 250 ദിറംസ് എന്ന് വെച്ചാൽ ആരെ സംബന്ധിച്ച് ഒരു വലിയൊരു കാശല്ല. അതുകൊണ്ട് ഭാഗമായി നിൽക്കുക. അതിനുശേഷം നമ്മൾ UAE-യിലെ ക്ലാസ്സുകളിലെല്ലാം വലിയ തരത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ചാരിറ്റിയുടെ ഭാഗമായി നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഭാഗമായി നിൽക്കുക. നമ്മൾ ഈ മാസം മുതൽ, ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഈ അടുത്ത മാസം മുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടങ്ങും. അപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ വലിയ ഗുണങ്ങളായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചാരിറ്റിയിൽ ചെറിയ ചെറിയ സംഭാവനകൾ നൽകാം. ഓക്കെ, താങ്ക് യു. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ടെക്നിക്ക് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോവാം, കുറേ സമയം എടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ആകർഷണ നിയമ സിദ്ധാന്തമാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് പഠിക്കുന്നത്. പക്ഷേ വളരെ ശക്തമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് പറയുന്ന പേരാണ് സാറ്റ്സ് എന്നാണ്. SATS എഴുതി വെച്ചോളൂ. SATS, സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ് എന്നാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. ഉറക്കത്തിനോട് അടുത്ത അവസ്ഥ, ആ അവസ്ഥയ്ക്കാണ് സാറ്റ്സ് എന്ന് പറയുന്നത്. ഉറക്കത്തിനോട് അടുത്ത അവസ്ഥ. അത് 3 രാത്രികൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെയിം സമയത്ത് ചെയ്യണം. ഒരു തരത്തിലും നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ 1 മിനിറ്റ് പോലും മാറരുത് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇപ്പൊ 10 മണിക്കാണ് ഉറങ്ങുന്നെങ്കിൽ 10 മണിക്ക് തന്നെ പോയി നിൽക്കുക. 10:30 10:30 മണിക്ക. ഒരു കാരണവശാലും 11 മണിക്ക് ശേഷമുള്ള ഉറക്കം മാക്സിമം ഇത്തരം കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. നാട്ടിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 11 മണിക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കി അതിനു മുമ്പേ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഒരു മെഡിറ്റേഷൻ രീതിയിലുള്ള ടെക്നിക്കാണ്. നിങ്ങൾ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്ക് ഒരാൾ പോകുന്നത് എന്നറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വിശദമായി പറഞ്ഞ് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തവരാണ്. ഇല്ലെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ചെയ്ത് മെഡിറ്റേഷൻ മനസ്സിലാക്കുക. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എത്താനുള്ള, അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന്റെ സംവേദനക്ഷമതയെ കൂട്ടണമെങ്കിൽ മെഡിറ്റേഷൻ സംഭവിക്കാതെ അത് സാധ്യമാവില്ല. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഒരു വിത്ത് എപ്രകാരമാണോ ഒരു നല്ല മണ്ണിൽ നന്നായി മുളച്ചു പൊന്തുന്നത്, ഒരു നല്ല വളക്കൂറുള്ള ലവണങ്ങളും വെള്ളം ഒക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു മണ്ണിൽ എപ്രകാരമാണ് ഒരു വിത്ത് മുകളിലോട്ട് മുളപൊട്ടി വരുന്നത്, അതുപോലെ ഇതും സംഭവിക്കും. അപ്പൊ അത്രയും നല്ലൊരു പ്രതലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് ഇതിന്റെ മെത്തേഡ് പിന്നെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബോധ മനസ്സിന്റെ മയക്കത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അതായത് നമുക്കെപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെപ്പോഴും ഈ സംശയങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഭയങ്ങളും ഇത് നടക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ബോധ മനസ്സിലാണ് ഉണ്ടാവുക. ബോധ മനസ്സിന്റെ അപ്പുറത്തേക്ക് ഈ സാധനങ്ങളൊന്നുമില്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോധ മനസ്സിലാണ്. പക്ഷേ നിങ്ങൾ ആ കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ നടക്കുമോ, ഇത് സംഭവിക്കും എന്നും ചിന്ത വരുന്നത് നിങ്ങളുടെ ബോധ മനസ്സിൽ തന്നെയാണ്. അപ്പൊ ഈ ബോധ മനസ്സിൽ നിന്നും
നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് അബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിലേക്കും എത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക. ആ അവബോധ മനസ്സിലേക്ക് ബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിലേക്ക് പോകുന്ന സമയത്ത്, അബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യുന്ന പ്രക്രിയക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസിയായ ആൽഫ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ആൽഫ ഫ്രീക്വൻസിയിൽ എത്തി അവിടുന്ന് തീറ്റയിലേക്ക് പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുക എന്നറിയാം. അപ്പോൾ വളരെ എളുപ്പമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായ ചിന്തകളെ ഒന്നും അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കള്ളം കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2020 ഇപ്പോൾ നാളെ എനിക്കൊരു 10 കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു എന്ന് ഞാൻ ഇന്ന് രാത്രി മെഡിറ്റേഷൻ സാറ്റ്സിൽ പോയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് സമ്മതിക്കുമോ? ഒബ്വിയസ്ലി ആയിട്ടും ഉപബോധ മനസ്സ് സമ്മതിക്കില്ല. കാരണം അത് സാധ്യത വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റിജക്ഷൻ മോഡിലേക്ക് പോകും. അപ്പൊ ഉപബോധ മനസ്സിൽ സത്യസന്ധമായ കാര്യം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അത് എങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്? അതായത് വെറുതെ കള്ളം നടക്കാനായിട്ട് ചെയ്യരുത്. നടന്നു കഴിഞ്ഞ അവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്. നടക്കുമോ എന്ന അവസ്ഥയല്ല, നടന്നു കഴിഞ്ഞ അവസ്ഥ നമുക്കുണ്ടാവും. അപ്പൊ ഇവിടെ വളരെ എന്തുകൊണ്ട് 3 ദിവസം എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടാവും. മറ്റൊന്നുമല്ല, 3 ദിവസം ഒരേ കാര്യം സ്ഥിരമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കും എന്നുള്ളതാണ് തത്വം. ആ സ്വീകാര്യത ശരിക്കും പറഞ്ഞാൽ 7 ദിവസം 11 21 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെറിയ ഒരു സിംഗിൾ ടെക്നിക്ക്, ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം മാത്രമായതുകൊണ്ട് പെട്ടെന്ന് ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉള്ള നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് ആയിട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷൻ എഴുതി വെച്ചോളൂ. ബേസിക് ആയിട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒറ്റ ആഗ്രഹം മാത്രമേ നിങ്ങൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്യാം. അതായത് ഈ 3 ദിവസം ഒരാഗ്രഹം, പിന്നെ അടുത്ത് ചെയ്തോളൂ. അത് വ്യക്തമായ രീതിയിൽ ആഗ്രഹത്തിൽ കൃത്യമായിരിക്കണം. എന്തെങ്കിലും എന്ന് ആഗ്രഹിക്കുകയല്ല. ഇന്ന് നേരത്തെ ഗീതാ രാജേന്ദ്രൻ പറഞ്ഞ പോലെ, എനിക്ക് വണ്ടി വാങ്ങിക്കണം, വണ്ടിയുടെ കളർ ഇതാണ്, വണ്ടിയുടെ പൈസ ഇത്രയാണ്, വണ്ടി എത്ര ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, വണ്ടി വാങ്ങിക്കണം. അങ്ങനെ ക്ലാരിറ്റിയുള്ള ഒരു കാര്യമായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും അവിടെ തന്നെ എന്ന് വെച്ചാൽ, വണ്ടി ഏത് കളറ് എപ്പോൾ വാങ്ങിക്കുന്നു, ആ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ, ആ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയാണ് സാറ്റ്സിൽ വന്ന് ചെയ്യേണ്ടത്. ആ മാനസികാവസ്ഥ നിങ്ങൾ മുൻകൂട്ടി അറിയണം. ആ വികാരം നിങ്ങൾ മുൻകൂട്ടി അനുഭവിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിങ്ങനെയാണ്, പ്രൊമോഷൻ കിട്ടാണ്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ബോസിന്റെ മെയിലോ ഫോൺ കോളോ വരുന്നു. ആ സന്ദർഭം കൃത്യമായി നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ പ്രൊമോഷൻ സീറ്റിലേക്ക് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുന്നത് കാണുക. അതിനുശേഷം ആ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ മാനസികമായ മാറ്റം ഉണ്ടാവുന്നത്, ഏത് രീതിയിലായിരിക്കും നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത്, ഇത് കൃത്യമായി ഒരു 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയുള്ള ഒരു വീഡിയോ പോലെ വിഷ്വലൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇതിന്റെ ടെക്നിക്ക്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായി ആദ്യം തന്നെ വേണമെങ്കിൽ എഴുതി തയ്യാറാക്കി വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ വെക്കുക, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത്, അല്ലെ രാത്രി മാത്രമേ നമ്മൾ ആ മൂഡിലേക്ക് പോകുള്ളൂ, രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ശാന്തമായി എല്ലാ ഫോണുകളെല്ലാം മാറ്റിവെച്ച് ഒരു 10-15 മിനിറ്റ് മുമ്പേ ഫോണുകളെല്ലാം മനസ്സിൽ മാറ്റിവെച്ച് മനസ്സിൽ ഒന്നുകൂടി ഇതൊക്കെ ഒന്ന് കൃത്യമായി പാകപ്പെടുത്തി കൃത്യമായി വിഷ്വലൈസേഷൻ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നേരം ശാന്തമായി ഒരു സ്ഥലത്തിരുന്ന്, ബെഡിന് താഴെ ഇവിടെ ഇരുന്നിട്ട് നല്ല മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകണം. ഉറക്കത്തിലെ, അതായത് നമ്മുടെ ഈ കിടന്നതിന് ശേഷം മനസ്സ് വളരെ സ്വസ്ഥമാക്കി ബ്രീത്തിങ് ഒക്കെ ചെയ്ത് വളരെ സോഫ്റ്റ് എന്നുള്ള കാം ആയതിനു ശേഷം നിങ്ങൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ തലയിണയിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണല്ലോ എല്ലാവരും കിടന്നപ്പാടും ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ആ അവസ്ഥ, അതായത് നിങ്ങൾ ഉറക്കത്തേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അവസ്ഥയിൽ നിങ്ങൾ ഈ വിഷ്വലൈസേഷനെ കൊണ്ടുവരണം. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ്
ആ പ്രൊമോഷനെ, ആ വികാരത്തെ, ആ ചിന്താഗതി, ആ സ്വപ്നത്തെ, ആ വിഷ്വലൈസേഷനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം. അതായത് എത്ര സന്തോഷത്തോടുകൂടി മനസ്സിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുമോ അത്രയും അനുഭവത്തിലേക്ക് ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ 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 കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പതുക്കെ ഉറക്കത്തിലേക്ക് നടത്തുമ്പോൾ ഈ അവസ്ഥക്കാണ് സാറ്റ്സ് എന്ന് പറയുന്നത്. ആ അവസ്ഥ നിങ്ങൾ വളരെ ലളിതമാണ്, ഇത് കിടന്നിട്ട് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനെ ചെയ്ത് നേരെ അങ്ങ് ഉറക്കത്തിലേക്ക് പോവുക, അത്ര മാത്രമേ ചെയ്യുള്ളൂ. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പിറ്റേ ദിവസം വീണ്ടും വൈകുന്നേരം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഫോണുകളെല്ലാം മിനിമം ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ബ്രെയിനിൽ ഫോണിന്റെ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, വിഷ്വലൈസേഷൻ ശരിയാവില്ല. അതുകൊണ്ട് മാറ്റിവെച്ച് ഒന്ന് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം ചെയ്യണം. 3 ദിവസം കണ്ടിന്യൂസ് ചെയ്യണം, നോ എക്സ്ക്യൂസ്. സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. 3 ദിവസത്തിലും കണ്ടിന്യൂസ് നിർത്താൻ പറ്റില്ല. 3 ദിവസം കണ്ടിന്യൂസ് കാണുക. 10 മണിക്കാ ചെയ്യുന്നെങ്കിൽ 10 മണിക്ക് തന്നെ ചെയ്യുക. 11 മണിക്കാ ചെയ്യുന്നെങ്കിൽ 11 മണിക്ക് തന്നെ ചെയ്യുക. സമയത്തിൽ മാറ്റപ്പെടുത്താൻ പറ്റില്ല. 3 ദിവസം ചെയ്തതിന് ശേഷം നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ, അതിന് വിട്ടുകളയുക. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, നടന്നില്ലല്ലോ എന്ന് ആലോചിക്കേണ്ട, എന്തേ നടക്കാത്തതെന്ന് ആലോചിക്കേണ്ട. ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ല. കാരണം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങൾ അത് നടന്നു എന്നുള്ള അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ആ സമയം നിങ്ങൾ ഏത് സെറ്റോ ആ സമയത്ത് അത് സംഭവിച്ചിരിക്കും, യാതൊരു തർക്കമില്ല. അത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാറ്റ്സ് മെത്തേഡ് വളരെ ലളിതമാണ് എന്ന് വീണ്ടും പറയുന്നു. പക്ഷെ ശരിയായ വഴിയിലൂടെ മാത്രമേ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം കിട്ടുകയുള്ളൂ. ബാഹ്യമായിട്ടുള്ള ശ്രദ്ധ മാറ്റുന്ന ഘടകങ്ങൾ ഒന്നുമില്ലാതെ സാറ്റ്സ് അവസ്ഥയിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യം ഇതല്ല, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ താഴെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് പോകാൻ സാധിക്കുന്നില്ല എന്ന് യൂട്യൂബിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ 3 ദിവസത്തെ ഒരു ക്ലാസ്, ഞാൻ ഒരു മെഡിറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം. ലൈവ് ക്ലാസ് വേണ്ട, മെഡിറ്റേഷൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു ലിങ്ക് തരാം. ആ ലിങ്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ചെറിയൊരു ഫീസ് അതിനകത്ത് ഉണ്ടാവും. ആ മെഡിറ്റേഷനും അതിന്റെ മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെയുള്ള ഒരു ഇത് തരാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഉറക്കത്തേക്ക് പോകും. അതിനുള്ള മ്യൂസിക്കും ഞാൻ സെറ്റ് ചെയ്ത് തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഉറക്കത്തേക്ക് പോകുന്നതിൽ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് മാത്രമേ കേൾക്കാവൂ. കാരണം നിർബന്ധമായിട്ട് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല അതിനകത്ത്. ഹെഡ്ഫോൺ ഉള്ളവർ മാത്രം അത് നിന്നാൽ മതി. ഹെഡ്ഫോൺ ഇല്ലാതെ നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ഫോണിലൂടെ കേട്ട് കഴിഞ്ഞാൽ പുറത്തെ ശബ്ദങ്ങൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്കത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഹെഡ്ഫോൺ ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ആൾക്കാരെ ഞാൻ പറയാം, അത്രയും ഒരു 100 ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫ്രീക്വൻസി എനിക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. യൂട്യൂബിൽ എനിക്ക് തരാൻ സാധിക്കില്ല. കാരണം യൂട്യൂബിൽ നിങ്ങൾക്ക് പരസ്യം വരും. ആ പരസ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന അർത്ഥമില്ലാതാവും. കാരണം അത്രയൊക്കെ സമയം മാത്രമേ ഉള്ളൂ. അത്രയും ഇത് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ലൈവ് ക്ലാസ്സും പ്രാക്ടിക്കൽ അല്ല. കാരണം നെറ്റ്വർക്ക് ഡിസ്റ്റർബൻസ് വന്നാൽ അത് കട്ടായി പോകും. അതുകൊണ്ട് ലൈവ് ക്ലാസ് അല്ല, പർച്ചേസ് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വേണമെങ്കിൽ ആപ്പിൽ തരാം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. പക്ഷെ ഞാൻ അതിനകത്ത് എന്ത് കാര്യമാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതെന്ന പാട്ട് മാത്രം ഞാൻ പറയാതെ അവിടെ നിർത്തും. ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ വിഷ്വലൈസേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാപ്പ് ഇട്ടാൽ അപ്പോൾ നിങ്ങൾ സ്വയം വിഷ്വലൈസേഷൻ ചെയ്യണം. അതെനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ആ കംപ്ലീറ്റ് കഴിഞ്ഞ് ബാക്കി ആ ഒരു പ്രോസസ്സിന് ചിലപ്പോൾ 15-20 മിനിറ്റ് ആവും. ചില ആൾക്ക് റിപ്പീറ്റേഷൻ ഉണ്ടാവും. ചില ആൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ റിപ്പീറ്റേഷന് പോകേണ്ടി വരും. ഇത് ചെയ്തു തരാം. വേണമെങ്കിൽ ഇവിടെ ഇത്രയും നല്ല 100-ൽ പരം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഫ്രീക്വൻസി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ വോയിസ് മാത്രം പോരാ, നിങ്ങൾ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീക്വൻസി പർച്ചേസ് ചെയ്യണം, എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് യൂട്യൂബിൽ തരാൻ സാധിക്കാത്തത്. പിന്നെയും പലരും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധ്യത. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി ക്ലാസ്സിൽ. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പ്രാക്ടീസ് കൃത്യമായി പറഞ്ഞു. ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി വിശദമാക്കി തരാം. കാരണം ഇത് ആദ്യമായിട്ട് പറയുന്ന ടെക്നിക്ക് ആയതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ടെക്നിക്കാണ്. ഡൗട്ടുകൾ ഉണ്ടാവും. കാരണം ഇത് നിങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോളൂ. ഒന്നുകൂടി ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കും ഡൗട്ട് ഉണ്ട് ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തില്ല, ആർക്കും സംസാരിക്കാൻ ഡൗട്ടുകൾ ചോദിച്ചോളൂ. ഇല്ലേ, അൺമ്യൂട്ട് അല്ലേ? ഇപ്പൊ ഞാൻ 2020 ചെയ്യുന്ന പോലെയാണോ?
ഏതാ? 2020 ചെയ്യുന്നത് പോലെയാണോ? അല്ല, 2020 വേറെ രീതിയാണ്. അല്ല, 2020 നല്ല സമയമില്ലേ നമുക്ക്? 40 മിനിറ്റോളം ഇല്ലേ? 60 മിനിറ്റ് ഇല്ലേ? ഇതാകെ നമ്മൾ അതിനൊക്കെ മുമ്പേ നമ്മൾ ഉറക്കത്തിൽ പോകില്ലേ? നിങ്ങൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് പില്ലോയിൽ തലവെച്ച് കിടന്ന് നിങ്ങൾ ഇങ്ങനെ ഉറക്കത്തിലേക്ക് തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക വിഷ്വലൈസേഷൻ. പിന്നെ 20-30 മിനിറ്റ് നമ്മൾ ഉറങ്ങാതിരിക്കുമോ? നമ്മൾ 3-4 മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉറങ്ങി കഴിയും. അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഉറക്കം ശരിയല്ലല്ലോ. ചില ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ നമ്മൾ കിടക്കേണ്ടത്? പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ശരീരം പൂർണ്ണമായി കാമായതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് വരില്ല. ഓക്കെ സാർ, താങ്ക് യു. ചെയ്യാവുന്നതാണ്. ഓക്കെ. വൈറ്റ് പേപ്പറിൽ എഴുതുന്നത് നിങ്ങളുടെ വിഷ്വലൈസേഷൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പേപ്പറിൽ എഴുതുന്നത്. വൈറ്റ് പേപ്പറിൽ എഴുതുന്നത് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ചെയ്യാനുള്ള കാര്യം ഞാൻ എഴുതി വെച്ചോളൂ. അപ്പൊ എനിക്കത് കൃത്യ സാധനം എഴുതി വെച്ചാന്ന് വെച്ചാൽ നമ്മളത് നോക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ പോകാൻ ബ്രീത്തിങ് എക്സസൈസിന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ നമ്മൾ പല ഡിസ്റ്റർബൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നുപോകും. ഇപ്പൊ ഒരു വണ്ടി മേടിക്കാനുള്ള ആളാണ് എളുപ്പത്തിലാണ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ആ സംഭവം മറന്നുപോയിരുന്നു. അതുകൊണ്ട് എഴുതി വെച്ചാൽ നല്ലതാണ്, ജോലിയുടെ കാര്യമായാലോ മറ്റു കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ? ഡൗട്ടുകളില്ലെങ്കിൽ നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ അഥവാ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് വേണമെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു തരാം. നിങ്ങൾ അഡ്മിൻ വേണ്ടവരെല്ലാം അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ. അഡ്മിൻ നമ്പർ ഉണ്ടല്ലോ, വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് അതിനകത്ത് ചെയ്തു തരാം. എമൗണ്ട് ഒന്നും നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം. അതിനകത്ത് എത്ര ഫീസ് നോക്കാന്ന് വെച്ചാൽ എനിക്കത് എത്ര പേരുണ്ട് അനുസരിച്ചാണ് ഫ്രീക്വൻസി പർച്ചേസ് ചെയ്യാനായിട്ട് അതിനനുസരിച്ച് എമൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് ആ രീതിയിൽ വാട്സാപ്പിലാണോ സാറേ തരുന്നത്? വാട്സാപ്പിലാണോ തരുന്നത്? വാട്സാപ്പിൽ തരാം. ഓക്കെ, താങ്ക് യു. അല്ലെങ്കിൽ നടക്കില്ല നമുക്ക്. കാരണം നമുക്ക് ആപ്പൊന്നും എടുത്തിട്ട് ആ സമയത്ത് വെക്കാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പൊ അതിന് ഒരു ആപ്പ് ഇട്ടിട്ട് അതിനകത്ത് തരാം. ശരി, മറ്റൊരു ഡൗട്ട് ഇല്ലല്ലോ? എന്നാൽ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലല്ല സാറേ, അത് പിന്നെ മറ്റേ ക്ലാസ്സിൽ പറയാം. റെക്കോർഡിംഗിലാണ്. അല്ല സാറേ, എനിക്ക് ഒരു മരണത്തിന്റെ കാര്യം കൊണ്ടാണ് പറഞ്ഞത്. റെക്കോർഡിംഗിലാണ്. വ്രതം എടുത്തിരിക്കുന്നുണ്ട്. പറഞ്ഞു, കണ്ടിന്യൂ ചെയ്തോ. സാർ, എന്റെ വല്യച്ഛന്റെ മോയെന്ന് വെച്ചാൽ എന്റെ ചിറ്റപ്പൻ മരിച്ചു. അപ്പോഴ് ഞാൻ വ്രതം എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വ്രതവും ഇപ്പൊ ഞാൻ പറഞ്ഞത് തമ്മിൽ എന്ത് ബന്ധം? അല്ല, മരണത്തിന്റെ കാര്യമായിട്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ മരണത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എവിടെയും പറഞ്ഞോ? അല്ല സാറേ, ഞാനിപ്പോ അവിടെ സംശയം ചോദിച്ചാൽ സാറിനോട് എനിക്ക് പോകാനുള്ളതുകൊണ്ട് ചോദിച്ചതാണ്. വ്രതം പോകുമോ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. നവരാത്രി വ്രതം എടുത്തിരിക്കുകയല്ലേ സാറേ? പോകാൻ പറ്റുമല്ലോ ചോദിക്കുന്നത്. ഒന്നുകിൽ എനിക്ക് അമ്മ നവരാത്രി വ്രതം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മരണം ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വ്രതം മുറിയോ എന്നുള്ളതാണ്. അയ്യോ, നവരാത്രി വ്രതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്? അതെ. അല്ല, നവരാത്രി വ്രതം ഉണ്ടെങ്കിൽ മരണത്തിന് പോകുന്നത് എന്താ കുഴപ്പം? ഇല്ലില്ല. അയ്യോ, അങ്ങനെ ഞാനിവിടെയും കേട്ടിട്ടില്ല, എന്റെ അറിവിലില്ല. മരിച്ചെടുത്ത് പോവാ, തിരിച്ചു വരിക. ഇപ്പൊ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരാണെങ്കിൽ പിന്നെ നമുക്ക് മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാവൂലേ? അപ്പൊ നമുക്ക് വ്രതം ഇല്ലല്ലോ. പിന്നെ വ്രതം നിന്നില്ലേ അവിടെ? അത് അമ്മയുടെ വലിയ അച്ഛന്റെ